ഇത്രയും ദുരൂഹമായി ഒരാൾ ജീവിക്കുന്നതിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു ചോദ്യം. ഇത്രയും ദുരൂഹമായ ഒരാൾ എന്തിനാണ് ജീവിക്കുന്നത്? അയാളുടെ സംസാര രീതികൾ, അയാൾ ഇടപെടുന്ന രീതികൾ, അതെല്ലാം തന്നെ ദുരൂഹമാണ്. എല്ലാം ദുരൂഹമാണ്. ഈ ദുരൂഹമാണ് ജീവിതത്തിൽ ഉടനീളമായ ആൾ. അതിനകത്ത് വരുന്ന സാരം എന്ന് പറഞ്ഞാൽ ഒരു മേജർ പോർഷൻ മുഴുവൻ തന്നെ എന്ന് പറഞ്ഞാൽ ഹൈഡൻ്റ് ആണ്. അത് മുഴുവൻ തന്നെ ഒളിച്ചു വെക്കുന്നതാണ്. ഈ ഒളിച്ചു വെച്ച് അതിനകത്തൂടെ ബാക്കി അയാളുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയാവുന്ന വളരെ ഭീകരമായിരിക്കും ഒരു അധോലോക ജീവിതം നയിക്കുന്ന ഒരാളാണ്. അധോലോക ജീവിതമാണ്. ഈ അധോലോക ജീവിതം നയിക്കുന്ന അങ്ങേയറ്റത്തെ ഒരു കൊടും കുറ്റവാളിയുടെ മനോവ്യാപാരവും മാനസികരണയും അതെല്ലാം ഉള്ള ഒരാൾ കേരളം പോലുള്ള വളരെ ഡെമോക്രാറ്റിക്കായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു സ്ഥലത്തെ മുഖ്യമന്ത്രിയായി അയാൾ ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ കേരളം നേരിടുന്ന ഏറ്റവും ഗൗരവപരവും ഗുരുതരവുമായിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണത്. ഈ പ്രതിസന്ധിയുടെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഫലം എന്താണെന്ന് പറഞ്ഞാൽ അയാൾ എത്ര നീചവും എത്ര നികൃഷ്ടവും എത്ര ജഗുപ്സാവഹവുമായാണോ ഓരോ ഇഷ്യൂസിനകത്താൽ പെരുമാറുന്നത്. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ദാരുണമായി കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന തലയിൽ എന്താ പറയാ കോൺക്രീറ്റിന്റെ ബീം വീണ് ചെതറി പോയി മരിച്ചിരിക്കുന്ന ഈ ബിന്ദു എന്ന് പറയുന്ന ഒരു പാവം വീട്ടമ്മ. ആ പാവം വീട്ടമ്മയുടെ സങ്കടത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ആ മനുഷ്യന് മനസ്സുണ്ടായില്ല എന്നുള്ളതാണ്. കേരളം ഒന്നടങ്കം എതിരായി വന്നപ്പോഴാണ് ഇയാളുടെ ഒടുക്കത്തെ പറക്കലിന്റെ വിഷയം വന്നപ്പോഴാണ് അയാൾ പിന്നീട് പറഞ്ഞെന്താ പറഞ്ഞാൽ ബിന്ദുവിന്റെ കുടുംബത്തെ നമ്മൾ സഹായിക്കാമെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇയാളുടെ അതേ മനോവ്യാപാര വ്യവസ്ഥയിലേക്ക് അയാൾ ഒരു പാർട്ടിയെ മുഴുവൻ അയാൾ പുനഃസംഘാടനം ചെയ്തു എന്നുള്ളതാണ്. അതേ മനോവ്യാപാര അവസ്ഥയിലേക്ക് ഈ പറയുന്നതിന് തൊട്ട് മുമ്പായി നമ്മൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് ഡോക്ടർ ഹാരിസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ സത്യസന്ധമായി അദ്ദേഹം ഹൃദയം പൊട്ടി പറഞ്ഞിരിക്കുന്ന സംഭവമാണത്. അത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ കൃത്യമായത് മനസ്സിലാവണമെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുറിവുണക്കുന്നവർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, മുറിവുണക്കുന്നവർ. അത് ശരിക്കും എന്താ പറഞ്ഞാൽ ചൈനയിലെ വിഖ്യാതനായിരിക്കുന്ന ഡോക്ടർ നൂർബൻ ബത്തൂണയുടെ ദ സോഡ് എന്ന് പറയുന്ന ആത്മകഥയുടെ ഒരു വലിയ പോർഷനാണ് ഈ മുറിവുണക്കുന്നവർ എന്ന് പറയുന്ന ഒരു സാധനം. അതിലാണ് നമുക്കൊരു ഡോക്ടർ എന്താണ് എന്ന് പറയുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരിക. ഇത് അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അന്വേഷിക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു ഡോക്ടർ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഒരു സൂഫിയുടെ ഒരു മുഖലക്ഷണമുള്ള ഡോക്ടർ കൂടിയാണ് ശരിക്കും ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ സംഭവത്തിന്റെ മേലെ കേരളം ഒന്നാകെ ആ മനുഷ്യന്റെ കൂടി ഇയാൾ പറയുന്ന പോലെയല്ല ഒന്നാകെ കേരളം ഒന്നടങ്ങെന്ന് പറയുന്ന പോലെ അല്ല. ഇത് കേരളത്തിലെ പൗരാവലി സകലമാന മനുഷ്യരും രോഗികളും നിരാലംബരും നിസ്വരും എല്ലാം ആ ഡോക്ടറുടെ കൂടെയാണ്. അത് വന്നപ്പോഴാണ് 3 ദിവസം ഈ മനുഷ്യന്റെ വായിൽ നിന്ന് ഒരു അക്ഷരം വീണില്ല. 4ാമത്തെ ദിവസം ഈ കണ്ണൂർ നടന്നിരിക്കുന്ന മേഖലാ യോഗത്തിനകത്ത് വെച്ചാണ് അയാളെന്ന് പറഞ്ഞത് ഈ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. അത് സംസാരിക്കേണ്ട താമസം അതാ വരുന്നു, വെളിച്ചപ്പാടായി ഗോവിന്ദം വരുന്നു, അതാ വരുന്നു മറ്റു മന്ത്രിമാർ വരുന്നു. എന്തിനേറെ നീർക്കോലി പോലെ ഈ മന്ത്രിസഭക്കകത്ത് കിടക്കുന്ന CPIയുടെ GR അനിൽകുമാർ എന്ന് പറയുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി പോലും ഈ മനുഷ്യനെതിരായി ഈ ഡോക്ടർക്കെതിരായിട്ടാണ് സംസാരിച്ചത്. സത്യം ഞാൻ ചോദിക്കുന്നത് സിമ്പിളായ ഒരു ചോദ്യമാണ്. ഇവർക്കെല്ലാം ഇത്ര ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഇയാളുടെ വായി വീഴുന്നവരെ ഇവർ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇവർ പറയേണ്ടതെന്ന് ഇവർക്ക് സ്വന്തം അഭിപ്രായമില്ലാത്ത ഷണ്ടത്വവൽക്കരിക്കുന്ന ആളുകളെ കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു ക്യാബിനറ്റ്. ആ ക്യാബിനറ്റിനകത്ത് തരിമ്പ് പോലും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അയാൾ ഇന്നലെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇതിന്റെ ചുമതല കൊടുത്തോ? എന്താ കൊടുക്കാത്തത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. അയാൾക്ക് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരാളെയും അയാൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ രോഗം എന്താണ് എന്ന് ഇയാൾ ആരോട് പറയില്ല, ഒരാളോട് അയാൾ പറയില്ല. അത് ഇവിടെയുള്ള ഡോക്ടർമാർ അറിയാനും പാടില്ല. ഈ ദുരൂഹമായ ജീവിതത്തിനകത്ത് നടത്തിയിരിക്കുന്ന മുഴുവൻ തന്നെ എന്താ പറഞ്ഞാൽ പാതകങ്ങളാണ്. മുഴുവൻ നടത്തിയത് പാതകങ്ങളാണ്. ഈ പാതകങ്ങൾ ഇങ്ങനെ പെരുമഴ പോലെ ഇയാളിങ്ങനെ ഓരോ സമയത്ത് ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ ഉള്ളിനകത്ത് വരുന്ന വേറൊരു സാധനമുണ്ട്. വാസ്തവത്തിൽ ഇയാൾ ആരാന്നറിയുന്നത് അധികാരം കൊണ്ട് ഭ്രാന്തായി പോയിരിക്കുന്ന മാക്ബത്തിന്റെ മാനസികാവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ മാറിയിരിക്കുകയാണ്. നെടലിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല. ഈ നിഴലിനെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഇയാൾ എന്ത് ചെയ്തത്, ഇയാളുടെ ഇത് ചാർജ് ഒരാൾക്ക് കൊടുക്കില്ല, പറ്റിച്ചു കളയുമോ എന്നുള്ള പേടിയാണ്. സ്വന്തം നിഴലിനെ പോലും വിശ്വാസമില്ലാത്ത ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നിട്ട് അയാൾ എന്താണോ വാസ്തവത്തിൽ കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്? മൂന്നാമത്തെ വിഷയം എന്താ പറയുക? കേരളത്തിനകത്തുള്ള മൊത്തം ഗവേണൻസ് എന്ന സംവിധാനം മൊത്തം ഈ മനുഷ്യൻ തകർത്തു എന്നുള്ളതല്ലേ? മൊത്തം ഇയാൾ തകർത്തില്ലേ?
ഈ ഗവേണൻസ് ഇപ്പൊ ആരാണ് നടത്തുന്നത്? ഇയാളുമായി ബന്ധമുള്ള സിൽബന്ധികളും മാത്രം നടത്തുന്ന ഇടപാട് മാത്രമായി ഈ ഗവേണൻസ് മാറി. ഇത് മാത്രമായി ചുരുങ്ങിയില്ല ഗവേണൻസ്. അതിനകത്ത് ആര് വരികയാണ്? പോലീസ് ഒരു ഭാഗത്ത് വരുന്നു, മറുഭാഗത്ത് ആര് വരുന്നു? പാർട്ടിന്റെ അകത്ത് വരുന്ന പാർട്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരുന്നു. ഈ പാർട്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരുന്നതോടെ എന്തായി തീർന്നു? നിങ്ങൾക്ക് ആർക്കും ഒന്നുമില്ല. നിങ്ങൾക്ക് വാസ്തവത്തിൽ സംസാരിക്കാൻ ഭയമാണ്. ഈ കേരളത്തിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്ര സർവേ നടത്തുകയാണെങ്കിൽ ആ സർവേയിൽ ബോധ്യപ്പെടുന്നതും നമുക്ക് ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ആളുകൾ മുഴുവൻ തന്നെ ഭയത്തിന്റെ പാതാളത്തിൽ കിടക്കുകയാണ്. ആളുകൾ സംസാരിക്കാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ ഇവരെല്ലാം തന്നെ മിക്കവാറും ആളുകൾ എന്താണെന്ന് പറഞ്ഞാൽ സൈക്കോപാത്തുകളായി മാറുകയാണ്. വിമർശിക്കണമെന്നുണ്ട്, എതിർക്കണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഈ എതിർക്കാനും വിമർശിക്കാനും പറ്റാതിരിക്കുന്ന, ശ്വാസം കഴിക്കാൻ കഴിയാതിരിക്കുന്ന, ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് വന്ന് ഒരു നുള്ളു ശ്വാസത്തിന് വേണ്ടി പടയുന്ന സ്വാതന്ത്ര്യദാഹം മാത്രമുള്ള മനുഷ്യർ മാത്രമായി വാസ്തവത്തിൽ കേരളം മാറുകയാണ്. ഇയാളുടെ ഈ 9 വർഷക്കാലത്തെ ഭരണത്തിന്റെ യഥാർത്ഥമായിട്ട് നേട്ടമാണ്. അപ്പോൾ കേരളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി ഇയാൾ അമേരിക്കയിൽ പോയി രോഗം മാറ്റി വരുമോ അല്ല അത് രോഗം മാറാതിരിക്കുമോ എന്നുള്ളതെല്ലാം വേറെ വിഷയമാണ്. അത് നമ്മുടെ ഒരു വിഷയമേ അല്ല. പക്ഷേ ഒരു കേരളീയ പൊതുസമൂഹത്തെ ഇത്രയേറെ ഭീതിയിലാക്കി, അതായത് പുതിയ തലമുറയെ പോലും ഇത്തരത്തിലുണ്ടായിരിക്കുന്ന നുണ പറയാൻ പഠിപ്പിക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും അത് മാത്രമേ നിങ്ങൾ പറയാവൂ എന്ന് ശഠിക്കുകയും ചെയ്ത ഒരു സംഘടനാക്രമവും ഒരു ഗവേണൻസും ഉണ്ടാക്കി തീർത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ്. ആ ശാപത്തിന് കുഴലൂത്ത് നടത്തുന്ന പാർട്ടി സെക്രട്ടറി, അതിനകത്തിരിക്കുന്ന ഒരു വസ്തുവിന് കൊള്ളാത്ത ഈ ഷണ്ടന്മാരായ മന്ത്രിമാരും ഉണ്ടായിത്തീരുക. എന്താണ് വാസ്തവത്തിൽ ഈ മിനിസ്റ്റർ ചെയ്യുന്നത്? ഇവിടെ തിരിച്ചു ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്കും ഈ 2 മന്ത്രിമാർക്കുമെതിരെ പ്രതിപക്ഷ നേതാവിന് സ്വകാര്യമായി കേസ് വലിയ കാര്യം എന്താ? VS ആണെങ്കിൽ 100 തവണ കേസ് വലിയല്ലേ ചെയ്യില്ലേ? ഇത്രയും നിരുത്തരവാദപരമായ സംഭവം ഉണ്ടാക്കിയതിന്റെ പേരെ ഒരക്ഷരം ഉരിയാടിയില്ലല്ലോ. ഇവിടെ പ്രതിഷേധിച്ചു, അത് വേറെ വിഷയം. പക്ഷേ ഈ പ്രതിഷേധം എത്ര ദൂരമാണ് പോവുക? എത്ര ദൂരം പോകും? അവിടെയാണ് വരുന്നത് നിയമപരമായ അവസ്ഥയെ സ്വാഭാവികമായിട്ടും സോമോട്ടോ കോടതി കേസെടുക്കേണ്ടതാണ് ഇത്ര നിരുത്തരവാദപരമായി പെരുമാറിയ സംഭവത്തിന്റെ മേലെ. അതുപോലെ ഉണ്ടാവണമെന്ന് പറയാവുന്ന ജനാധിപത്യ ബോധം, ആ ജനാധിപത്യം നമുക്കുണ്ടാവുന്നില്ല എങ്കിൽ നമ്മളെല്ലാവരും തന്നെ മരിക്കാൻ തീരുമാനിച്ച് ജീവിക്കുന്നവരാണ്. മരിക്കാൻ തീരുമാനിച്ച് ജീവിക്കുന്നവർ. എല്ലാ മനുഷ്യന്മാരും മരിക്കുക, അതല്ല ഞാൻ പറയുന്നത്. ഇത്രയേറെ അടഞ്ഞ ഒരു സമൂഹമാക്കി കേരളീയ പൊതുമണ്ഡലത്തെ മാറ്റി തീർക്കുന്ന മഹാപാതകം ചെയ്തിരിക്കുന്ന പരമനീചനായിരിക്കുന്ന ഒരു കക്ഷിയാണ് ഇയാൾ. പരമനീചൻ. അത്ര പരമനീചമായ അവസ്ഥ ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങളുടെ ആളുകൾ പൊട്ടിത്തെറിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ പൊട്ടിത്തെറിക്കുന്ന സംഭവത്തിൽ ഒരിക്കലും സംഘടിതമായ ഒരു രൂപമോ ഘടനയോ സ്വഭാവമോ വരുന്നില്ല. ആ രൂപവും ഘടനയും സ്വഭാവവും വരുത്തുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ഒരു പ്രതിപക്ഷ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള പ്രവൃത്തി. അതാണ് ആ ഉത്തരവാദിത്തമുള്ള പ്രവൃത്തി വരാത്തത് കൊണ്ടാണ് സത്യത്തിൽ എന്തായിത്തീരുന്നത്? ഇയാൾ ഇപ്പോഴും ഈ കേരളത്തിൽ അത് ഞെളിഞ്ഞ് നടക്കുന്ന നാട്ടുകാരെ പരിചയം ഇപ്പോൾ നടക്കുന്നത്. ഇല്ലെങ്കിൽ ഇയാളെ ഞാൻ സ്ഥിരമായ പെരുവഴിയിൽ തടയണം. പെരുവഴിയിൽ തടയണം. ഒരൊറ്റ ഒരുത്തൻ ഒരു ഇഞ്ച് പോവില്ല തീരുമാനിച്ചാൽ എവിടെ പോകും? VS പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ ഇത്തരം വലിയൊരു പാതകമുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ അടുത്ത് മുമ്പോട്ട് വെക്കാൻ VS സമ്മതിക്കുമോ? VS എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പോരാട്ട വീരം കാണേണ്ടത് അത്ര സന്ദർഭങ്ങളിലാണ്. അത് അദ്ദേഹം 82-ാമത്തോ 83-ാമത്തോ വയസ്സിൽ മതികെട്ടാൻ മല കയറി ആ മനുഷ്യൻ കാണിച്ചു കൊടുത്തതാണ്. കേരളത്തിൽ അത് കാണിച്ചു കൊടുത്തതാണത്. എന്താണ് പോരാട്ടം എന്ന് കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെ വരാവുന്ന ഒരു ചിത്രം ഉണ്ടാവാതിരിക്കുമെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ തന്നെ ഒരു സായക്കോപ്പയിലെ കൊടുങ്കാറ്റുകൾ മാത്രമായി അസ്തമിച്ചു പോകുമ്പോൾ മരിക്കുന്നത് നമ്മുടെ ഒരു ഗതികിട്ടാത്ത മനുഷ്യരുടെ നിരാലംബത്വങ്ങളാണ്. ഈ ഗതികിട്ടാത്ത മനുഷ്യരുടെ നിരാലംബത്വങ്ങൾ ഇങ്ങനെ ആയിത്തീരുമ്പോൾ എന്താ അറിയാ, പിന്നെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാനുണ്ടാകുക എന്ന ചോദ്യം വരിക. ഈ ചോദ്യം ഇങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും എന്ത് വരുന്നത്? ഇവിടെയാണ് ഫാസിസം എന്ന് പറയുന്ന സാധനം വളരെ കൃത്യമായി നമുക്ക് മേലെ നമ്മളെ പെരുമ്പാമ്പ് അതിന്റെ ഇരയെ പിടിക്കുന്നത് പോലെ അത് വരിഞ്ഞു മുറുക്കും. അങ്ങനെ വരിഞ്ഞു മുറിക്കാൻ കുതറി മാറാനാവാത്ത വിധത്തിൽ നമ്മൾ അതിനകത്ത് മരിച്ചു പോവുകയാണ് ചെയ്യുക. അങ്ങനെ മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകണമോ വേണ്ടയോ എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ചോദ്യം. അതാണെന്നാണ് മേഡം എനിക്ക് തോന്നുന്നത് കേട്ടോ.